ഇതിന്റെ റീചാർജ് കഴിഞ്ഞിക്കണമെന്നുണ്ടല്ലോ. ഔക്കുറോ ബിരിയാണി, നല്ല നാടൻ ഔക്കുറോ ബിരിയാണി. തോന്നുമ്പോ കിട്ടൂല, കിട്ടുമ്പോ തിന്നോളി. ഔക്കുറോ ബിരിയാണി. മാക്രി ബിരിയാണിയോ? മാക്രി ബിരിയാണി അല്ലടോ, ഔക്കുറോ ബിരിയാണി. അവിടെ കേറൊക്കെ എന്നിട്ട് തിന്നിട്ട് പറയാം. വരി വരി വരി. 10 പൈസക്കില്ലാത്ത ബിരിയാണി വെച്ചുകൊണ്ട് ഔക്കുറു ബിരിയാണി. എങ്ങനെയുണ്ട് അംസ? ഉഷാറല്ലേ? എങ്ങനെ ഉണ്ടെന്നോ പൈസ പോയേ. നീ മേലാക്കി ഇവിടെ ബിരിയാണി വെച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ ഞാൻ ഇതിന്റെ മോൾക്ക് വലിച്ചിട്ട് മണ്ണെണ്ണ കത്തിച്ചു ഞാൻ മൊത്തം. എന്റെ അംശം മല്ലിച്ചപ്പിലാ സേറിക്കണൂലേ? മല്ലിച്ചപ്പ് ഞാൻ ഒറ്റ കേറ്റൽ കേച്ചാണല്ലോ ഞാൻ റേഷൻ പീടി തരികൊണ്ട് ബിരിയാണി വെച്ചിക്കാണ്ട്. ബിരിയാണി മോശമാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു ഇന്നലെ ചങ്ങായി. അതന്നല്ലേ അംശ പറഞ്ഞ് തിന്നല്ലേ തിന്നല്ലേ. ഞാൻ വിചാരിച്ചെന്നാ ടാറ്റ തരാണെന്നല്ലേ. ഈ മാക്രിയൊക്കെ ബിരിയാണി കണ്ടോ? ചിക്കൻ ബിരിയാണി ഉണ്ടോ? എന്റെ വാപ്പാന്റെ തലയുള്ളു. അതുകൊണ്ട് എനിക്കിന്ന് നല്ലതെന്നാലോ. ബോംബെയിലായെന്ന് 80-85 കട്ടക്കാലല്ല കാലഘട്ടം. ബോസിന്റെ മകളെ കല്യാണത്തിന് 15 ചെമ്പ് ഇങ്ങനെ നിരത്തി വെച്ചിക്ക. അതിന്റെ നടുക്ക ഞാൻ ഇരിക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലി, ചപ്പ് ഇങ്ങനെ എറിയല്ലേന്ന് ഞാൻ. അന്നൊന്നും ബോംബെയിൽ കല്യാണം പോയി പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അനൗൺസ്മെന്റ് ഇങ്ങനെ പോയിരുന്നു. ഇന്ന് അംസയുടെ വെപ്പുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ കല്യാണത്തിന് നിന്ന് അംസന്റെ വെപ്പുണ്ട് അറിയാണ്ട്. അല്ല വാപ്പയാണ് വെപ്പ്. എന്താ പറഞ്ഞേ? അല്ല വളക്കെടുത്ത് വെക്കാണ് അറിയണേ. അന്നൊക്കെ ബിരിയാണി ഒക്കെ പറഞ്ഞാൽ ബോംബെ ഗല്ലി മൊത്തം അടച്ചിടല്ലേന്നോ. സർക്കാർ ഓഫീസുകൾക്ക് മൊത്തം അവധി കൊടുത്തിരുന്നില്ല അംസന്റെ ബിരിയാണി ഇറക്കാണ്ട്. എന്താ പറഞ്ഞേ? അല്ല പച്ചവെള്ളം വേണമെന്ന് വെച്ചാ. പച്ച പൊള്ളു പറയല്ലടാ ഞൗഞ്ഞ ഔക്രോ. അങ്ങനത്തെ ഒരു ചാതുള്ള ബിരിയാണി പിന്നെ നാട്ടിൽ നിന്ന് തിന്നക്കണ മറ്റേ ഓടൻ കാറ്ററിംഗിന്റെ ബിരിയാണിയാണ്. അല്ലാതെ മനസ്സിനെ കളിയാക്കില്ല. അനക്കൊക്കെ നല്ല ബിരിയാണി തിന്നണമെന്നുണ്ടെങ്കിൽ വരുന്ന വല്യരുന്നാക്കേ. വരുന്ന വല്യമാക്കോ? വരുന്ന വല്യമാക്കല്ല, വലിയ പെരുന്നാക്ക്. പെരക്കാരെ ഇടങ്ങാറാക്കാതെ മലപ്പുറം താജ് ഓഡിറ്റോറിയത്തിലും കോട്ടക്കല് PM ഓഡിറ്റോറിയത്തിലും ഓടൻ കാറ്ററിംഗ് ബിരിയാണിയാണ് വെക്കണു. ആണ് വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്തപ്പോ തന്നെ. അന്റെ ഈ ഓൽക്കോടി ബിരിയാണി അല്ലേ കൂട്ടി പരി പോ നോക്കണ ചങ്ങായി. കൊല്ലം കൊറേ ചാടി അടങ്ങിട്ട് നീച്ച് പോയാക്കാം അവിടുന്ന് എല്ലാം. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളൊരു ബഡാ ബക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിയിലെ 10 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ടാവും. അതേപോലെ നോർമൽ ബക്കറ്റും ഉണ്ട്, 6 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി. ഇതിന് പുറമെ ചിക്കൻ ഫ്രൈയും പാലട പായസവും ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ടേക്ക് അവേ പോയിന്റ് എന്നത് മലപ്പുറം താജ് ഓഡിറ്റോറിയത്തിലും അതേപോലെ കോട്ടക്കൽ PM ഓഡിറ്റോറിയത്തിലും പിന്നെ കൊച്ചി പാലാരിവട്ടത്തുമാണ്. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നിങ്ങൾ പെരിയിൽ ബിരിയാണി വെച്ചാണ് ഇടങ്ങാറാണ് കേട്ടോ. താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്താലേ സാധനം കിട്ടുള്ളൂ കേട്ടോ.